ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൺ ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോക്കനട്ട് ബർഫി റോൾസ് ആണ്. വളരെ സിമ്പിളും അതോടൊപ്പം തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണിത്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ഒരുമിച്ച് കോക്കനട്ട് ബർഫി റോൾസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇത് ഇങ്ങനെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മിൽക്ക് പൗഡർ. അടുത്തതായി നമുക്ക് വേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് മിൽക്ക് പൗഡറും ഒപ്പം പൗഡർഡ് ഷുഗറും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഏകദേശം 1/2 കപ്പ് പാലാണ്. ഇത് മുഴുവൻ ഒരുമിച്ച് ഒഴിക്കേണ്ടി വരില്ല, ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പിൽ നിന്നും ഒരല്പം പാൽ ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് ആവശ്യമെങ്കിൽ പാലിനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് 2 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒരു പോർഷനിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ വയലറ്റ് ജെൽ ഫുഡ് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പോർഷൻ എടുക്കുക. അത് പതുക്കെ കൈകൊണ്ട് ഒന്ന് നീളത്തിലാക്കുക. നമ്മളിത് ഒരു ലോങ് റെക്റ്റാങ്കുലർ ബോക്സ് പോലെ ആക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു ബട്ടർ പേപ്പർ എടുക്കുക. അത് ബട്ടർ കൊണ്ട് നന്നായി ഗ്രീസ് ചെയ്ത ശേഷം കയ്യിലും ഒരല്പം ബട്ടർ തേച്ച് ഇത് നീളത്തിലാക്കിയെടുക്കുക. ഇനി നമ്മുടെ വയലറ്റ് പോർഷൻ നമ്മൾ തിന്നായിട്ട് പരത്തിയെടുക്കാൻ പോവുകയാണ്. അതും ഇതുപോലെ ബട്ടർ പേപ്പറിൽ വെച്ച ശേഷം കൈകൊണ്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല തിന്നായി പരത്തിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച റെക്റ്റാങ്കുലർ ബോക്സ് ഇതിന് നടുക്ക് വയ്ക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതിനെ ഒന്ന് കവർ ചെയ്യുക. ഇനി ഇത് ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ നന്നായി ടൈറ്റായി ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഇത് മിനിമം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രീസറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നന്നായി സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എഡ്ജസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം.
വളരെ സ്വാദിഷ്ടവും സിമ്പിളുമായിട്ടുള്ള കോക്കനട്ട് ബർഫി റോൾസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ റെസിപ്പിയുടെ ലിങ്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഉടൻ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. Thanks for watching. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.